ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പച്ചമരുന്ന് പരിചയപ്പെടാം. ഇത് പിന്നെ അരിശസിന് നല്ലൊരു മരുന്നാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ പച്ചമരുന്ന്. അപ്പാന്ന് പറയും, മരുന്നപ്പാന്നാണ് ഇത് പറയുക ഇവിടെ നമ്മുടെ നാട്ടിൽ. ഇത് ഇങ്ങനെ കളിയരുവിലെല്ലാം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ പിന്നെ ഇത് ഇങ്ങനെ മൂത്തിയ ഇലയാകുമ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ കളർ ഇതേപോലെ തന്നെയാണ് കാണുക. ഇതേപോലത്തെ ഒരു പൂവും എല്ലാം ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇത് നല്ല ഒരു കളറായിട്ട് ഇങ്ങനെ കാണും. മണപ്പിച്ച് നോക്കിയാൽ ഒരു നല്ലൊരു മണമാണ് ഇതിൽ തിരുമ്പിയിട്ട്. ഇത് നമ്മൾ മുറിക്കെല്ലാം പണ്ട് കൂടുന്ന മുറി കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്. അപ്പാന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവരും. പിന്നെ എല്ലാവരുടെ നാട്ടിലും എന്നാ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ഇത് അരിശസിന് ഇതിട്ട് എണ്ണ കാച്ചിയാൽ നല്ല വേഗം തന്നെ വേദന പോകുന്നുണ്ട്. പിന്നെ അത് കാച്ചുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലവണ്ണം ഇങ്ങനെ മണ്ണെല്ലാം പോകാൻ കഴുകിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ കൊണ്ടൊക്കെ മണ്ണിൽ നല്ല ശരിക്കും പോകണം. ഇങ്ങനെ വച്ച് അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞിട്ട് ഇത് മുഴുവനാണ് വേരും പൂവും എലിയും എല്ലാം അടക്കാണിത് ഇതിനായിട്ട് എടുക്കേണ്ടത്. നല്ല വൃത്തിയിൽ കഴുകുക. അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ എടുത്ത് നമ്മളെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. അതുപോലെ വെളിച്ചെണ്ണ അടുപ്പത്ത് വെക്കുക. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലായാലും നല്ലത്. ഏത് ചീനിച്ചട്ടിയാലും ഇതില്ല, അത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് നല്ല. കുറച്ച് ആവശ്യത്തിന് വേണ്ടു. ഇത് ഞാൻ ഉണ്ടാക്കിയെടുപ്പാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒരടുപ്പുണ്ടാക്കി ചട്ടീൻ്റെ പക്കെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയെടുപ്പാണ്. നല്ല സുഖമാണ്. വിറകെല്ലാം കത്തിക്കാൻ ഒന്നും പാത്രത്തിൽ അങ്ങനെ മേലെയൊന്നും പിന്നെ പുക വരില്ല. പാത്രത്തിന് അങ്ങനെ അധികം ഒന്നും വരില്ല, അടിയിൽ മാത്രമേ തീൻ്റെ വരും. അപ്പോൾ ഇവിടെ കത്തിച്ചാൽ ഈ അടുപ്പത്ത് വെച്ചാൽ ഈ അടുപ്പത്ത് വെള്ളം ചൂടാകും. ഇവിടെയും ഞാൻ ചെറിയൊരു പാത്രം വെക്കലുണ്ട്, പെട്ടും കിറ്റി പോലത്തെ. ഇവിടെയും വെച്ചാൽ അവിടെ നിന്ന് ചൂടാകും. അങ്ങനെ ഈ ഒറ്റ അടുപ്പിലേക്ക് ഉള്ളി വെക്കുന്നുണ്ട്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്താൽ ഇതെന്താ വെച്ചാൽ മറ്റേ വീട്ടിലെ അടുപ്പിൽ കത്തിച്ചിട്ട് ചിരട്ടിയൊന്നും കത്തിക്കാൻ പറ്റില്ല, ചേരി കത്തിക്കാൻ പറ്റില്ല എന്നല്ല. മറ്റ് നമുക്ക് കുറേ ചേരിയും ചിരട്ടിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതിലാകുമ്പോൾ എല്ലാം ചോറെല്ലാം ഇവിടെ നിന്ന് തന്നെ വെക്കൽ. ഗ്യാസും ബാക്കി ഈ കറിയും ബാക്കിയുള്ളതേ വെക്കും. ചോറും കുളിക്കേണ്ട വെള്ളം അങ്ങനെ ചേരിയും ചിരട്ടിയെല്ലാം കത്തിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വെക്കുക. അങ്ങനെ ഇത് ഈ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ ആ മരുന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നല്ലോണം തിളച്ച് ഇതിൻ്റെ അകത്ത് മരുന്ന് വെച്ചതിൽ ആവണം. അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശമെല്ലാം പൊട്ടി തെറിച്ച് നല്ലൊരു കളർ വരും. ഈ പതുക്കൽ നിൽക്കണം. മരുന്നൊന്ന് ചതുക്കിയിട്ടാണ് ഞാനിട്ടത്. അപ്പോൾ ഇതിൻ്റെ പൊട്ടലെല്ലാം നിന്നു. ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ അരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കറണ്ടും പോയി ഇവിടെ. മരുന്ന് കൊണ്ടിപ്പം കാച്ചിയ എണ്ണ. പിന്നെ ഇത് കുറച്ചെടുത്തിട്ട് അരിശസുള്ള ഭാഗത്ത് വെച്ചാൽ 2-3 ദിവസം കൊണ്ട് തന്നെ വേദനയും കുറയും. പിന്നെ അത് തടിച്ച പോലെ ഉണ്ടാവും, അതെല്ലാം കുറയും. പിന്നെ ഉപ്പിട്ടിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകുന്നത് നല്ലതാണ്. പിന്നെ മുട്ട കുറച്ച് ദിവസം തിന്നൽ കുറച്ചാൽ വേഗം സുഖമാകും.